മഴവില്ല് മാഞ്ഞ ആകാശം എപ്പിസോഡ് 10 ചതിയുടെ കാണാപ്പുറങ്ങൾ. രംഗം 1. സലീമിന്റെ വീട്. സലീം തളർന്നിരിക്കുകയാണ്. കയ്യിൽ ഫാത്തിമ എഴുതിവെച്ച ആ കത്തുണ്ട്. അവൻ അത് വീണ്ടും വീണ്ടും വായിക്കുന്നു. സലീം ആത്മഗതം. എനിക്കിക്കയെ വേണ്ട. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. ഇത്രയും ക്രൂരമായി എഴുതിയ കത്തിന്റെ അവസാനം അവൾ എന്തിനാണ് ഇഷ്ടത്തോടെ എന്ന് ചേർത്തത്? സ്നേഹമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. ഫാത്തിമ, നിന്നെ ആരോ നിർബന്ധിച്ചെഴുതിച്ചതാണോ ഇത്? അതോ നീ എന്നെ രക്ഷിക്കാൻ സ്വയം ബലികൊടുത്തതാണോ? സലീം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അലറുന്നു. അവന്റെ കണ്ണുകളിൽ സംശയത്തിന്റെ കനൽ എരിയുന്നു. രംഗം 2. ഇരുളടഞ്ഞ പാത. ഫാത്തിമയുടെ കണ്ണുകൾ കെട്ടിയിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകളൊന്നും അവൾ കാണുന്നില്ല. ഗുണ്ടകൾ അവളെ ഒരു വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. ഫാത്തിമ കരഞ്ഞുകൊണ്ട്, നിങ്ങളെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പ്ലീസ് എന്നെ വിട്ടയക്കൂ. ഗുണ്ടകൾ മറുപടി നൽകുന്നില്ല. അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഖദീജ ഉമ്മയാണ് വിളിക്കുന്നത്. എന്നാൽ സ്പീക്കർ ഫോൺ അല്ലാത്തതിനാൽ ഫാത്തിമയ്ക്ക് മറുപുറത്തുള്ള ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഗുണ്ട 1. കാര്യങ്ങൾ എല്ലാം പറഞ്ഞപോലെ നടക്കുന്നുണ്ട്. അവളെ ഞങ്ങൾ രഹസ്യകേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി സലീം അവളെ സ്വപ്നത്തിൽ പോലും കാണില്ല. രംഗം 3. വിജനമായ മലയോരം. തട്ടുകട. മൊബൈൽ റേഞ്ച് പോലുമില്ലാത്ത ഒരു ഉൾപ്രദേശം. അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട്. കട നടത്തുന്നത് പ്രായമായ ഒരു ദമ്പതികളാണ്. വണ്ടി അവിടെ നിൽക്കുന്നു. ഗുണ്ട 2 വയസ്സായ ദമ്പതികളോട്, നോക്ക്, ഇവളിവിടെ ഉണ്ടാകണം. ആരോടും ഒന്നും പറയരുത്. പുറംലോകമറിഞ്ഞാൽ ഈ കടയും നിങ്ങളും പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായോ? പേടിച്ചു വിറയ്ക്കുന്ന ആ പാവം ദമ്പതികൾ തലയാട്ടുന്നു. ഫാത്തിമയുടെ കെട്ടുകൾ അഴിച്ചുമാറ്റുന്നു. ചുറ്റും കാടും മലയും മാത്രം. രക്ഷപ്പെടാൻ ഒരിടവുമില്ലെന്ന് അവൾ തിരിച്ചറിയുന്നു. ഫാത്തിമ ആത്മഗതം. ഇക്ക, എന്നെ രക്ഷിക്കൂ. ഖദീജ ഉമ്മ, ഇത്രയും ക്രൂരയാണെന്ന് ഞാൻ കരുതിയില്ല. ഇക്കയുടെ ജോലി പോകാതിരിക്കാൻ ഞാൻ ഒപ്പിട്ടുകൊടുത്തത് എന്റെ ജീവിതത്തിന്റെ മരണവാർത്തയിലായിരുന്നു. രംഗം 4. സലീം തിരിച്ചറിവിലേക്ക്. സലീം എഴുന്നേൽക്കുന്നു. അവന്റെ മുഖത്ത് പഴയ തളർച്ചയില്ല. ഒരു നിശ്ചയദാർഢ്യം ഭീഷണിപ്പെടുത്തി, നീ അവളെ എന്തു ചെയ്തു എന്നെനിക്കറിയണം. എന്റെ ഫാത്തിമയെ ഞാൻ കണ്ടെത്തും. അവൾ എഴുതിയ ആ ഒരൊറ്റ വാക്കു മതി എനിക്ക്. അവൾ ഇന്നും എന്റേതാണ്. ക്യാമറ സലീമിന്റെ തീക്ഷ്ണമായ കണ്ണുകളിലേക്കും മറുഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിമയിലേക്കും മാറി മാറി ഫോക്കസ് ചെയ്യുന്നു. ക്ലൈമാക്സ് വോയ്സ് ഓവർ. പ്രണയത്തിനു മീതെ ചതിയുടെ വലക്കണ്ണികൾ മുറുകുന്നു. സലീമിന്റെ പോരാട്ടം തുടങ്ങുകയാണ്. ഫാത്തിമയെ കാത്തിരിക്കുന്നതെന്താണ്? ഖദീജ ഉമ്മയുടെ അടുത്ത നീക്കമെന്ത്? പ്രണയത്തിനു മീതെ ചതിയുടെ വലക്കണ്ണികൾ മുറുകുന്നു. സലീമിന്റെ പോരാട്ടം തുടങ്ങുകയാണ്. ഫാത്തിമയെ കാത്തിരിക്കുന്നതെന്താണ്? ഖദീജ ഉമ്മയുടെ അടുത്ത നീക്കമെന്ത്? കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡ് നാളെ രാത്രി 8 മണിക്ക് സാജീസ് ഹെവനിൽ.